ഹലോ, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ പോകുകയാണ്. അതിന് ചിക്കൻ വാങ്ങിയിട്ട് അത് നല്ലപോലെ കഴുകാൻ നിൽക്കുന്നത്. നല്ലപോലെ കഴുകിയാൽ അതിൻ്റെ രക്തക്കറൊക്കെ ഇല്ലേ, അത് മാറുന്നത് നമുക്കൊന്ന് കഴുകിക്കണ്ട. അതിൻ്റെ ഉള്ളിലൊക്കെ രക്തക്കട്ട ഉണ്ടാവും. അതൊക്കെ നമുക്ക് നല്ലപോലെ കഴുകിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് വെള്ളം വാരായി വെക്കണം. നല്ലപോലെ കഴുകണം. നല്ലപോലെ കഴുകി വെച്ച് രക്തക്കറിയില്ല വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. ഇതിലെന്തൊക്കെ ഇനി അതിന് ശേഷം ഞങ്ങൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ നിൽക്കുന്നു. അതിലേക്ക് നല്ല അരി ഇട്ടിക്കുന്നു. പിന്നെ ഉലുവയും അരിമ്പാട് കൂട്ടി കഴുകിക്കുന്നത്. എന്നിട്ട് അതിന് ചെറിയ ഉള്ളി ചെറിയ കഷ്ണാക്കി എരിഞ്ഞിട്ട് അതും അതിലേക്ക് ഇട്ട് പിന്നെ തേങ്ങയിട്ട് അത്യാവശ്യത്തിൽ ഉപ്പിട്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സായി എടുക്കണേ. കുറച്ച് ഇനി ഒരു മഞ്ഞൾ ഇടുന്നു. ഞങ്ങൾ നടാറിട്ടോ തേങ്ങാച്ചോറ് വെക്കുമ്പോൾ മഞ്ഞൾ ഇടുന്നു. ഞങ്ങൾ ഇടലൊന്നുമില്ല. ഇന്നലെ വെറൈറ്റി തേങ്ങാച്ചോറ് ഉണ്ടാക്കിയാൽ നോക്കണം. എന്നിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഫുള്ളായി കാണുക. ഫേസ്ബുക്കിലാണെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി എന്തൊക്കെ നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം ഇന്നലെ സന്ധ്യ കൊണ്ട് നല്ല സുഖമായിരുന്നു. എല്ലാവർക്കും നല്ലപോലെ കിടന്നുറങ്ങാൻ. പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഉറങ്ങാൻ കിടന്നപ്പത്തിന് എന്തോ ഒരു ഇതുണ്ടായി. അപ്പം അങ്ങനെ പോയി. അതിനുശേഷം ഇതാ ഞങ്ങളെല്ലാം നല്ല മിക്സാക്കിയിട്ട് ഞങ്ങളത് കുടുക്കിലേക്ക് ഇടട്ടെ. എന്താ അതിട്ട് ഇനി എനിക്കെല്ലാം അത്യാവശ്യത്തിൽ വെള്ളം പാരുക. നമുക്കനി ഇങ്ങനെ വെച്ച് നോക്കണില്ല. മഞ്ഞൾ ഇട്ടിട്ട് ആരും തേങ്ങാച്ചോറ് വെക്കലുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയും. ഇതാ എന്നിട്ട് എന്തൊക്കെ നിങ്ങളെന്താ ആരും ഉണ്ടാകാത്ത ഉറങ്ങുക? എന്നിട്ട് ഒന്നുകൂടി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നല്ല വേവുള്ള അരി എത്തിന്നെ. അപ്പം അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അടുപ്പത്ത് കൊണ്ടുവച്ച് അതിന് ശേഷം എന്താ ഇനി ചിക്കൻ മസാല കൂട്ടി വെക്കാം നമുക്കാദ്യം. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി എല്ലാത്തിൻ്റെ ആദ്യം നമുക്കതൊന്ന് ചതച്ചെടുക്കാം. അത് മിക്സിയിലിട്ട് അടിച്ചാൽ മതിയായിരുന്നു. അത് നോക്കിയില്ല. അപ്പോൾ അതിനുശേഷം അതാ നമുക്ക് ചിക്കന് ഞങ്ങൾ വരട്ടിയിട്ടാ. വെള്ളമില്ലാതെ വെള്ളമുണ്ട്, കുറച്ച് വെള്ളം കൊടുത്തോട് കൂടെ ഞങ്ങൾ വരട്ടിയാണ്. അതിനാദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് അതൊക്കെ ലെസ് എണ്ണ ഒഴിച്ച് നമുക്കതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് പച്ചമുളക് ചെറിയ ഉള്ളി എല്ലാം പാടെ ചതച്ചത് പേസ്റ്റ് ആയിക്കിട്ട് പിന്നെതാ കറിവേപ്പില ആയിക്കിട്ട്. എന്നിട്ട് എന്തൊക്കെ നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും ഒന്ന് പറയും. അങ്ങനെ എല്ലാം പാടെ ഒന്ന് ഇതാക്കി എടുത്തിട്ട് നമുക്ക് അതിലേക്ക് വലിയ ഉള്ളിയും തക്കാളിയും പാടെ ഇടണേ. ഒന്ന് വാടിയിട്ട് ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്നേരം ആക്കിയിട്ട് ഒന്ന് നല്ലുള്ളൊരു മസാല കറിക്കൊരു ഇതുണ്ടാവുള്ളൂ. എന്താ വലിയ ഉള്ളിയും തക്കാളിയും പാടെ എരിഞ്ഞത് ഇനി ആക്കിയിട്ട് ആദ്യം വലിയ ഉള്ളി ഇടുക. വലിയ ഉള്ളി ഒന്ന് കനം കൂടിക്കണോ സംശയം ഉണ്ടല്ലേ? കനം കൂടിക്കണോ? ഞാനെല്ലാം ഒക്കെ എരിയുന്നു, പിന്നെ ഇങ്ങനെ കനം കൂടായിരിക്കല്ലേ. അങ്ങനെ അതൊന്ന് ബ്രൗൺ കളറാവുന്നേരം നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ആ വാട്ടിയെടുത്ത ശേഷം നമുക്ക് എന്താ തക്കാളി ഇടുക. അതിലേക്ക് ഞാൻ കുഞ്ഞ് മസാല ഇടുക. ആദ്യം മഞ്ഞപ്പൊടി ഇട്ടു, എന്നിട്ട് മുളക് പൊടി ഇട്ട്. മുളക് പൊടി നല്ല എരിവുണ്ടെങ്കിൽ കുറച്ചിട്ടായി.
ഇഞ്ചിയും പച്ചമുളകൊക്കെ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഇരട്ടായിട്ടാ മല്ലിപ്പൊടി. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല, എന്നിട്ട് കുറച്ചൊക്കെ തേയില ഒഴിച്ചാണ്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. മസാലകൾ കുറച്ചധികം കഴിക്കണോ? ഇല്ലല്ലേ, അധികം നയിച്ചില്ല. കുറച്ച് കറി വെച്ചപ്പോൾ എല്ലാ മസാലകൾ തന്നെ ഉള്ളൂ. അതിന് ശേഷം ഇതല്ലാതെ സെറ്റായ ശേഷം നമുക്ക് എന്നിട്ട് അതിലേക്ക് രസം ചിക്കൻ ഇടുക. കുറച്ച് ഇട്ടിട്ട് കുറച്ച് വറുക്കാടുത്ത് വെച്ചിക്കണേ. നല്ലപോലെ ഒന്ന് ചിക്കനും മസാലയും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. നല്ലുള്ള മസാല എല്ലായിടത്തും പിടിക്കുള്ളൂ. അതിന് ശേഷം ചോറായി കിട്ടാം. അങ്ങനെ ചോറ് അടുപ്പത്തായി, ചിക്കൻ അടുപ്പത്തായി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ചിക്കൻ വറുക്കുള്ളത്. അങ്ങനെ ചിക്കൻ വറുക്കുന്നുണ്ട്. ചിക്കൻ വറുക്കുന്നത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, പിന്നെ കറിവേപ്പില എല്ലാം കൂടെ ഇട്ടതാ. അതിന് ശേഷം തേങ്ങാച്ചോറും കറിയും പറഞ്ഞിട്ടില്ല കേട്ടോ. ചിക്കൻ വറുത്ത് നിങ്ങൾ ഇത്ര കുറച്ചെടുത്തു. ഞാൻ എങ്ങനെ കഴിച്ചപ്പോൾ ഇത്ര തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. തോനെ എടുത്ത ചിലപ്പോൾ ബാക്കി ചെയ്യൽ ഇടങ്ങതാവില്ല വെച്ചിട്ട് വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എടുക്കാമല്ലോ, നമ്മളോടെ അല്ലേ. അപ്പം ഇങ്ങനെ എടുത്ത് നല്ല അടിപൊളിയാണ്. ഈ കട്ടൻ ചായ ഉണ്ട് കേട്ടോ, എനിക്കിഷ്ടമാണ്. തേങ്ങാച്ചോറും കട്ടൻ ചായയും എനിക്കെല്ലാം ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമുണ്ടാവും ഞാൻ വിചാരിച്ചു അല്ലേ. എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. അധികം ചിലർക്ക് തേങ്ങാച്ചോറ് ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ എനിക്കിഷ്ടമാണ്. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.